പഴയ വീഡിയോസ് കാണുമ്പോ ഇപ്പൊ നമുക്ക് ചിരി ആണോ? നമ്മള് കാട്ടിക്കൂട്ടിയ ഇങ്ങനെയാണോ അഭിനയിച്ചതെന്ന് നമ്മൾ മുത്തു മുന്ന എന്റെ അമ്മേ. ആൾക്കാർ നമ്മളെ ഓരോന്ന് പറഞ്ഞു വീഡിയോ എടുക്കുമ്പോ ആദ്യം തുടങ്ങിയ ടൈമിൽ എങ്ങനെ എത്തൂല അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയ ടൈമിൽ ചീത്ത പറിച്ചില്ല എല്ലാവർക്കും. അത് ആൺപിള്ളേരല്ല, പെൺപിള്ളേർക്ക് പെൺപിള്ളേര് തന്നെയാണ് ശത്രുക്കള്. അപ്പം ഞാൻ എന്നാൾക്ക് ഒരു ദിവസം ഇങ്ങനെ എൻ്റെ ഇങ്ങനെ പ്രഗ്നൻസിയുടെ ഒരു ഡേ ഇട്ടു. അപ്പൊ ആൾക്കാർ ചോദിച്ചു, നീ അല്ല ആദ്യത്തെ ഗർഭിണി. മുത്തനാണെങ്കിൽ വേറൊരു അക്കൗണ്ട് ഒക്കെ നല്ല രീതിയിൽ കൊടുക്കും. ഇനി ഇവരുടെ നെറ്റ് കമന്റ്സിന് റിപ്ലൈ വരുന്നത് ആ ഫേക്ക് അക്കൗണ്ട്. എന്താ ഫേക്ക് അക്കൗണ്ടിന്റെ പേര്? വയ്യാത്തൊരു കൊച്ച. അപ്പൊ അത് നമ്മളെ കണ്ടിട്ട് അതിന്റെ ഉമ്മേടെ അടുത്ത് പറഞ്ഞു ഇത്തി അവരെ വിളിച്ചിട്ട് വരും. അപ്പൊ അങ്ങനെ വയ്യാതൊരു ഒരു കൊച്ച്, അവള് നമ്മളെ വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വേറെ അങ്ങനെ വീഡിയോസ് ഒന്നും കാണാറില്ല. അപ്പൊ അവള് നമ്മളെ ഓർത്തിരിക്കുന്നുണ്ടെന്ന് വിചാരിച്ചത് ഭയങ്കര സന്തോഷമാണ്. എന്റെ യൂട്യൂബിന്റെ പൈസ ഞാൻ വീട്ടിലാണ് സാധാരണ കൊടുക്കാറ്. അച്ഛന് വയ്യാത്തയാണ്, അപ്പോഴത്തേക്ക് ഞാനാണ് വീട്ടുകാർ മൊത്തം. കൊച്ചിച്ച് ഇങ്ങനെ വയ്യാതായി, പാർക്കിൻസിനാണ് കൊച്ചിച്ച്. ഇപ്പൊ ഞാൻ തന്നെ നോക്കണം. ഇപ്പോഴും ഇവിടെ തന്നെ. അപ്പൊ നമുക്ക് ചെറിയൊരു ഗെയിമിലോട്ട് പോവാം. അതായത് കുറച്ച് മലയാളം പാട്ടുകളിലെ ഇടയ്ക്കത്തെ വരി എടുത്തിരിക്കുന്നത്. ഞാനത് വരിയായിട്ട് പാടത്തില്ല, ജസ്റ്റ് പറയത്തേ ഉള്ളൂ. അതിൽ നിന്ന് ആ പാട്ട് തന്നെ കണ്ടുപിടിക്കണം. പിന്നോട്ട് നോക്കാതെ പോകുന്നു നീ. കിട്ടിയോ? മറ്റേ മോഹൻലാലിന്റെ പാട്ട് മീനെ കൂടെ അഴലിന്റെ ഹായ് ഹലോ നമസ്കാരം. ജാങ്കോ സ്പേസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കിങ്ങിണി. കോവിഡ് ടൈമിൽ നമ്മളെല്ലാവരും ഇങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ ഇരുന്നപ്പം ചെറിയ ചെറിയ ഓരോ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ചെയ്തു. നമ്മുടെ ഓരോ കഴിവുകളൊക്കെ ഇങ്ങനെ കൊണ്ടുവരാനൊക്കെ ശ്രമിച്ച് ചെറിയ വീഡിയോസൊക്കെ ചെയ്യുന്നത്, അങ്ങനെ പല പല കാര്യങ്ങളിലൊക്കെ തിരിഞ്ഞു. ആ ഒരു ടൈമിൽ ഒരു 3-4 പെൺകുട്ടികളൊക്കെ ചേർന്നിട്ട് ചെറിയ വീഡിയോസൊക്കെ ചെയ്ത് യൂട്യൂബിലൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഓൾമോസ്റ്റ് 17 lakhs മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള, കേരളത്തിലൊട്ടുമൊക്കെ എല്ലാ ആൾക്കാരും ഇവരുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള ഒരു വലിയൊരു യൂട്യൂബ് ടീമൊക്കെ തന്നെ മാറിയിട്ടുണ്ട്. ആ 4 പേരാണ് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ടീം ബ്ലാക്ക് ഹണ്ടേഴ്സ്, വെൽക്കം ടു ദി ഷോ. എന്തൊട്ട് വിശേഷം? സുഖം. ഈ വീഡിയോ കാണുമ്പോൾ തുടക്കം ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് നിങ്ങളെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഒരാൾ എവിടെ പോയി. എവിടെ പോയി? മുത്തലക്ഷ്മി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ്. വലിയ അസുഖമായിട്ടൊന്നല്ല കേട്ടോ, ആളുടെ എന്താ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അഡ്മിറ്റഡ് ആണ്. അതുകൊണ്ടാണ് നെക്സ്റ്റ് വീക്കിൽ ഡെലിവറി ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ നമുക്ക് കുഞ്ഞാവയുടെ പറ്റിയൊക്കെ പറഞ്ഞു തുടങ്ങിയായിരുന്നു. പോട്ടെ, നമ്മൾ ഇത്തിരി മുന്നേ പോയി. എന്തായാലും അതുകൊണ്ടാട്ടോ ഒരാളില്ലാത്ത. ബാക്കി 3 പേരും നമ്മളോട് ജോയിൻ ചെയ്യുന്നുണ്ട്. ശരിക്കും ഞാൻ ഈ പറഞ്ഞ പോലെ കോവിഡ് ടൈമിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതല്ലേ, ഇപ്പൊ ഇവിടെ വരെ എത്തി നിൽക്കുകയാണ്. ഇവർ എൻ്റെയർ ജേർണി ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ തോന്നുന്നത്? പെട്ടെന്ന് ഇങ്ങനെ ക്യുക്കായിട്ട് ആലോചിക്കുമ്പോൾ പഴയ വീഡിയോസ് കാണുമ്പോ ഇപ്പൊ നമുക്ക് ചിരി. ആണോ? നമ്മള് കാട്ടിക്കൂട്ടിയ ഇങ്ങനെയാണോ അഭിനയിച്ചതെന്ന് നമ്മൾ നോക്കും. ഇതൊക്കെയാണോ ഞങ്ങൾ ചെയ്തതെന്ന്. പക്ഷെ അത് അന്ന് നല്ലതായിരുന്നു. അതുകൊണ്ടാണല്ലോ അത്രയും റീച്ച് കയറി വന്നോണ്ടിരുന്നത്. എന്നാൽ ആ ഒരു ജേർണി ഉണ്ടല്ലോ, ഇപ്പൊ ഇത്രയും സക്സസ് ആയിട്ട് വരുമല്ലേ, ഇത്രയും പെട്ടെന്ന് കയറി ഇങ്ങനെ വരുന്നത് കുറെ സ്ട്രഗിൾസും അപ്പ് ആൻഡ് ഡൗൺസും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ഇതിന് മൊത്തത്തിൽ എങ്ങനെയാ നോക്കി കാണുന്നത്? നമ്മൾക്ക് പറ്റൂല എന്ന് പറഞ്ഞിരുന്ന ഒന്നും പറ്റൂല, പക്ഷെ പറ്റൂന്ന് പറഞ്ഞിരുന്ന എല്ലാം നമുക്ക് പറ്റും. കാരണം നമ്മൾ ആദ്യ സമയത്ത് ഇതൊന്നും പറ്റൂല എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. പിന്നെ നമ്മളങ്ങ് എന്തോ വരട്ടെന്ന് പറഞ്ഞ്, അതായത് പെൺപിള്ളേർക്ക് എല്ലാം പറ്റും, ആൺപിള്ളേർക്ക് മാത്രമല്ല, പെൺപിള്ളേർക്കും പറ്റും. നമ്മള് കുറെ ഇങ്ങനെ ബോയ്സ് ടീമിന്റെ ഒക്കെ കുറെ വീഡിയോസ് കാണുന്നപ്പോ ഗേൾസ് ടീം കുറവാ. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു ടീമായിട്ട് നിൽക്കുന്നതും, പ്രത്യേകിച്ച് 2-3 പെൺപിള്ളേർ ഒരുമിച്ച് കൂടിയാ എന്തായാലും ഇത് ഒരു എല്ലാം പോത്തില്ല എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു സോഷ്യൽ ഒരു രീതി. അപ്പൊ നിങ്ങളിപ്പോ എത്ര വർഷമായി? കറക്റ്റ് 2018 അല്ല, കോവിഡ് ടൈമില് 2021 ആ ഒരു ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത അല്ലേ? 5-6 വർഷമായിട്ടില്ലേ? 5 വർഷമായിട്ടും അത്രയും കൺസിസ്റ്റന്റ് ആയിട്ടാണ്. ഞാൻ ഇപ്പൊ ഇവരോട് ചോദിക്കായിരുന്നു, ഞാൻ ഇവരുടെ ഒരു 2-3 കൊല്ലം ബാക്കിലുള്ളൊരു ഇന്റർവ്യൂ കണ്ടപ്പം അതിൽ ഇതുപോലെ മിന്നു പറയുന്നുണ്ട് ഒരു ദിവസം ഇടവിട്ട വീഡിയോ ഇടുന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ ഇപ്പോഴവരത് തന്നെയാണ് ചെയ്യുന്നത്. ഒരു മാറ്റമില്ല, അത്രയും കൺസിസ്റ്റന്റ് ആയിട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. അതിന് ഒരുപാട് എഫേർട്ട് ഇടുന്നില്ലേ?
കാരണം ഞാൻ ഇപ്പൊ കല്യാണം കഴിച്ച് വേറൊരു സ്ഥലത്താണ്, എന്നിട്ട് പോലും ഞാൻ കണ്ടന്റ് പറഞ്ഞു കൊടുക്കും. അപ്പം ഞാൻ ഇവര് അതേപോലെ ചെയ്തു തരും, ഞാൻ അവിടെ നിന്ന് ചെയ്യും. അപ്പൊ നിങ്ങളിപ്പം മൂന്നിടത്തുനിന്നാ വീഡിയോ എടുക്കുന്നത്? അല്ല, ഇവരുണ്ട് ഇവിടെ തന്നെ കാണും. ചിതറുള്ളപ്പം അങ്ങനെ ഞാൻ എടുക്കാം. എന്റെ വീട്ടിൽ പോകുമ്പോഴും കണ്ടന്റ് പറഞ്ഞു തരുമ്പോ അതനുസരിച്ച് നമ്മൾ സിംഗിൾ ആയിട്ട് ഷൂട്ട് ചെയ്യും? അപ്പൊ ചില നേരത്തെ നമ്മൾ സിംഗിൾ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ട് കോൺസെപ്റ്റ് വെച്ച് സെറ്റ് ചെയ്ത് ഓ കൊള്ളാം. എന്ത് വന്നാലും നമ്മൾ വിട്ടുകൊടുക്കില്ല. നിങ്ങളോട് ആദ്യം ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കല്യാണം കഴിച്ചു പോകുമ്പോ എന്ത് ചെയ്യുന്നൊക്കെ? എല്ലാവരും ചോദിച്ചിട്ട് കാണുന്ന എല്ലാവരും കല്യാണത്തിന് വരുന്ന ആൾക്കാർ അത്രയും ചോദിച്ചു ഇനി എന്ത് ചെയ്യും, ഇനി എന്ത് യൂട്യൂബ് പോവോല്ലോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മള് പറയില്ല അങ്ങനെയൊന്നുമില്ല, നമുക്ക് കാണിച്ചു കൊടുത്തു അവരെ. ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോഴും ഉള്ള ഡിഫിക്കൽട്ടിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. എടാ അടിപൊളി. എനിക്ക് അതായിരുന്നു ഒരു കൺഫ്യൂഷൻ, ചോദിക്കാൻ നേരത്തെ ഇങ്ങനെ ഇപ്പോഴും ചെയ്യുന്നുണ്ടോ. ഞാൻ ലാസ്റ്റ് വീഡിയോസിനെക്കാട്ടിലും പഴയ വീഡിയോ എല്ലാം ഇങ്ങനെ റെഫറൻസ് ഒക്കെ നോക്കിയേ. അപ്പൊ ഞാൻ ഡെയിലി ബേസിൽ ഇടുന്നുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്യാൻ മറന്നുപോയി. അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ അതുകൊണ്ട് പ്രോപ്പർ ആയിട്ട്. ഓ കൊള്ളാം, അടിപൊളി. ഈ തുടങ്ങിയ സമയത്തുള്ള ആൾക്കാരുടെ റെസ്പോൺസും ഇപ്പോഴും എങ്ങനെയാ? തുടങ്ങിയ ടൈമിൽ ചീത്ത വരുന്ന എല്ലാവർക്കും ഇപ്പൊ കമന്റ് ബോക്സിലും അത് തന്നെ, നിങ്ങൾ ഒത്തിരി എത്തിയല്ലോ എന്നാണ്. ഇപ്പൊ ഈ കസിൻസ് ഒക്കെ എവിടെയെങ്കിലും നിങ്ങൾ ഫാമിലി ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോ നമ്മളെ മുമ്പ് നിർത്തും ഇപ്പൊ നമ്മളെ ഫോട്ടോ എടുക്കാനാണ് ആള്. സെൽഫി. എന്നിട്ട് ഒന്ന് പറയാം നിങ്ങളെ തിരക്കിന്ന് പറയാൻ പറഞ്ഞു, അവര് പറഞ്ഞു, ഇവര് പറഞ്ഞു എന്നൊക്കെ പറയും. ഓക്കെ. അപ്പൊ ഇപ്പൊ അതിനൊക്കെ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആവില്ലേ? ഇഷ്ടമായിരിക്കുമല്ലോ പോവാൻ. ആദ്യം ഒരു റെക്കഗ്നൈസേഷൻ കിട്ടിയ എവിടെ നിന്നാന്ന് ഓർമ്മയുണ്ടോ? അത് നമ്മള് യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരു 5-6 മാസം കഴിഞ്ഞപ്പം നമ്മള് രാത്രി ഫുഡ് വാങ്ങിക്കാൻ ഇവിടെ ജംഗ്ഷനിൽ പോയി. അപ്പൊ ഒരു ചേട്ടൻ വന്ന് നിങ്ങള് യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്ന പിള്ളേരല്ലേ ചോദിച്ചു. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം. അയ്യോ ഒരാളെങ്കിലും അറിഞ്ഞല്ലോ, അത് തന്നെ ഭാഗ്യം. പുറത്തിറങ്ങാൻ എല്ലാരും ഇപ്പൊ എല്ലാരും ഇപ്പൊ എല്ലാം ചോദിച്ചില്ലെങ്കിൽ വിഷമം വരും. ചിലപ്പോ ചില ആൾക്കാർ നോക്കി ചിരിച്ചും കൊണ്ട് പോവും. അവര് വിചാരിക്കും നമുക്ക് ചാടയാണെന്ന്. നമ്മൾ കാണത്തില്ല, ഇല്ലെങ്കിൽ ഇവര് വന്ന് മിണ്ടുമ്പോഴല്ലേ നമുക്കറിയാം. ഇവര് സൈഡിൽ നിന്നൊക്കെ ചിരിക്കും, അപ്പൊ നമ്മള് കാണത്തില്ല. ഇവര് കമന്റ് ബോക്സ് എന്ന് പറയും ഇവര് ഭയങ്കര അഹങ്കാരികളാണ്, കണ്ടായിരുന്നു ഭയങ്കര അഹങ്കാരികളാണ്. കണ്ടല്ലോ, ആ അഹങ്കാരത്തിന്റെ ഒന്നുമല്ല, കണ്ടില്ല നേരെ മുന്നിൽ വന്ന് ചിരിക്കും, അപ്പൊ നമ്മൾ ചിരിക്കും എന്നൊക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും നേരിട്ട് വന്നിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ ആൾക്കാരൊന്ന് സംസാരിച്ചതിൽ ഭയങ്കര ഓർമ്മയുള്ള എന്താ, ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ വന്ന് പറയുമല്ലോ കോംപ്ലിമെന്റ്സ്? ഞാൻ ഒരിക്കൽ ട്രിവാൻഡ്രത്ത് പഠിക്കാൻ പോകുന്ന സമയത്ത് ചാലയിൽ പോയായിരുന്നു. അപ്പൊ അവിടെ ഒരു വയ്യാത്ത കൊച്ച്, കാല് വയ്യ, അപ്പം കൊച്ച് വയ്യാത്തൊരു കൊച്ച. അപ്പൊ അത് നമ്മളെ കണ്ടിട്ട് അതിന്റെ ഉമ്മേടെ അടുത്ത് പറഞ്ഞു ഇത്തി അവരെ വിളിച്ചിട്ട് വരും. അപ്പൊ അങ്ങനെ വയ്യാതൊരു കൊച്ച്, അവള് നമ്മളെ വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ വേറെ അങ്ങനെ വീഡിയോസ് ഒന്നും കാണാറില്ല. അപ്പൊ അവള് നമ്മളെ ഓർത്ത് വെക്കുന്നുണ്ടെന്ന് വിചാരിച്ചു ഭയങ്കര സന്തോഷമായിരുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ അയച്ചൊക്കെ തരാറുണ്ടോ ആരെങ്കിലും? ചില ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട് ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ വരും അഡ്രസ്സില്. ഗിഫ്റ്റ് ഒക്കെ അയച്ചു തരാറുണ്ട്. ഓ ഓക്കെ. എന്തൊക്കെയാ കിട്ടിയിട്ടുള്ള സംഭവങ്ങൾ? നമുക്ക് ഓർണമെന്റ്സ്, ഡ്രസ്, ഫ്രെയിം. കൊള്ളാലോ. ഞാൻ ചോദിക്കട്ടെ, ഈ കോണ്ടന്റ് ക്രിയേഷൻ യൂട്യൂബേഴ്സ് എന്നുള്ളതിനകത്ത് ഏറ്റവും വലിയ നിങ്ങളുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാ? ബീങ് എ കോണ്ടന്റ് ക്രിയേറ്റർ, ബീങ് എ യൂട്യൂബർ? ഇറങ്ങുമ്പോ 4 ആൾ അറിയും. നമ്മള് ജീവിച്ചിരിക്കുമ്പം ഒരു 10 പേര് അറിഞ്ഞ് മരിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. അപ്പൊ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പം എല്ലാരും അറിയുന്നുണ്ട്. പിന്നെ ഇപ്പൊ എല്ലായിടത്തും ഒരു മുൻതൂക്കം കിട്ടുന്നുണ്ട്. അതിന്റെ ഒരു സന്തോഷം, അത് വലിയൊരു സംഭവം തന്നെയാണ്. ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ്, അത് നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എടുക്കുന്ന ഒരു പരിപാടി. അത്രയും സ്ട്രഗിൾ ചെയ്ത് കയറി വന്നാകുമ്പോൾ അതിന്റെ ഇച്ചിരി സന്തോഷം കൂടുതലായിരിക്കും. ഞാൻ പഴയ കണ്ട ഇന്റർവ്യൂവിലും ഇങ്ങനെ പറയുന്നുണ്ട് ഭയങ്കര തൊട്ടാവാടിയാണ്, സംസാരിക്കുന്നതൊക്കെ കുറവാണെന്ന്. ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, മാറ്റമൊന്നും ഇല്ലല്ലോ? മിണ്ടോ? പക്ഷെ ഈ ഇന്റർവ്യൂ തുടങ്ങിയിട്ട് ഇങ്ങനെ അധികം ഒരു സംസാരത്തിലോട്ട് വന്നില്ലല്ലോ. വരണതേ ഉള്ളൂ. ഞാൻ ശരിക്കും ഒരു കാര്യം പറ്റേ, ഞാൻ ഈ അനഘ എന്ന നമ്പർ സേവ് ചെയ്തിട്ട് ഞാൻ വിളിക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിലെ മുഖം മുത്തുവിനാണ്, ഇതാണ് ഫേസ് മനസ്സിൽ കിടക്കുന്നത്. ഇന്നലെ ഞാൻ ഡീപ്പ് ഇങ്ങനെ നോക്കിയപ്പോഴാണ് അയ്യോ ഇതാണല്ലേ. കാര്യം ഞാനിങ്ങനെ വീഡിയോ ആദ്യം കണ്ടുകൊണ്ടിരുന്നപ്പോഴൊക്കെ മിക്കവാറും മെയിൻ ക്യാരക്ടേഴ്സൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരുന്നതുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന മുഴുവൻ അനഘ ഇത് അത് അങ്ങനെയാണെന്നാ. പക്ഷെ ഇന്നലെ ഞാൻ ഡീപ്പ് ഇങ്ങനെ കണ്ടപ്പോഴാണ് അയ്യോ ഞാൻ കണ്ട അനഘ അല്ലേ ഈ അനഘ, മിന്നുവാ രണ്ടാമത് മനസ്സിലാവുന്നത്. ഈ Q&Aയിലൊക്കെ നിങ്ങൾ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഫുൾ വീഡിയോ കാണാം, ഷോർട്സ് അല്ലേ കൂടുതലും കാണുന്നത്. അപ്പൊ എനിക്ക് അറിയത്തില്ലായിരുന്നു, എന്റെ മനസ്സിൽ മുഴുവൻ ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണെങ്കിലും ഞാൻ ആദ്യം കണ്ടപ്പോ അനഘ വെളിയിലിപ്പുണ്ട്, എനിക്കത് മനസ്സിലേക്ക് കയറി ഇതാണ് അനഘ എന്നുള്ളത്. നിങ്ങളടുത്ത് ഈ നെഗറ്റീവ് കമന്റ്സും പോസിറ്റീവ് കമന്റ്സും ഒരേപോലെ വരാറുണ്ടെങ്കിലും ഇപ്പൊ കൂടുതലും പോസിറ്റീവ് ആണോ? പോസിറ്റീവ്സ് അല്ലേ വരുന്നത്. ആദ്യം ഈ നെഗറ്റീവ്സ് ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഡീൽ ചെയ്തോണ്ടിരുന്നത്?
റിപ്ലൈ ഒക്കെ കൊടുക്കുമായിരുന്നോ? ഇല്ല റിപ്ലൈ ഒന്നും കൊടുക്കൂല. ആർക്ക് റിപ്ലൈ കൊടുക്കാറില്ല, മൈൻഡ് ചെയ്യാറില്ല. നോക്കാറില്ല, പറയട്ടെ പോട്ടെ. എന്താ ശരിക്കും പറയാറ്? കോണ്ടന്റിനെ ബേസ് ചെയ്തിട്ടാണോ വന്നോണ്ടിരുന്നത്? ആദ്യ സമയത്ത് അത് തന്നെയായിരുന്നു. ചീത്ത വരെ ഉണ്ടായിരുന്നു. ചീത്ത വരെ ഉണ്ടായിരുന്നു. ആണോ? പേഴ്സണലി മെസ്സേജ് ഒക്കെ അയക്കോ? അല്ലല്ല, കമന്റില്. കമന്റ്സില്. നിങ്ങൾ ഇൻസ്റ്റയിൽ പക്ഷെ അത്രയും, ഐ മീൻ നിങ്ങൾക്ക് യൂട്യൂബിലുള്ള സബ്സ്ക്രൈബേഴ്സിന്റെയും റീച്ച് കാണുമ്പോൾ അത്ര ഇൻസ്റ്റയിൽ ഇല്ല. നിങ്ങൾ ഇൻസ്റ്റ അങ്ങനെ ലേറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ആദ്യമൊന്നും ഇടത്തില്ലായിരുന്നു. ഒരു 2 വർഷം ഉള്ളൂ അല്ലേ, 103 ഉണ്ട്. ഇപ്പം 103. എന്നാലും നമ്മൾ യൂട്യൂബില് ഇത്രയും 17 lakhs എന്ന് കാണുമ്പോൾ യൂസ് ചെയ്യാറില്ലായിരുന്നു. പിന്നെയാണ് ബോധോദയം ഉണ്ടായത്, ഇൻസ്റ്റയിലൂടെ ഇടാൻ. ഞാൻ ഈ പറഞ്ഞ പോലെ പഴയ ഇന്റർവ്യൂല് കണ്ടപ്പോൾ പറയുന്നത് മിന്നുന്റെ ആണ് ഐഡിയ എല്ലാം ഇങ്ങനെ വരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ പൊക്കോണ്ടിരിക്കുന്നത്. അതിനകത്തൊന്നും ഒരു മാറ്റമില്ല. ഈ കണ്ടന്റ് ക്ഷാമം ഉണ്ടാവാറുണ്ട്. എന്ത് ചെയ്യും എന്ന് അറിയാതിരിക്കുന്ന കണ്ടന്റ് ക്ഷാമം ഉണ്ടാകുമ്പം മുന്നേ ഹോസ്പിറ്റലിൽ വീഡിയോ ഇടാൻ ചേച്ചി എന്ന് പറയും, അല്ലെങ്കിൽ ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ഇടാന്ന് പറയും. അപ്പം ഞാൻ എന്നാൾക്കൊരു ദിവസം ഇങ്ങനെ എൻ്റെ ഇങ്ങനെ പ്രഗ്നൻസിയുടെ ഒരു ഡേ ഇട്ടു. അപ്പൊ ആൾക്കാർ ചോദിച്ചു, നീ അല്ല ആദ്യത്തെ ഗർഭിണി? നമ്മൾ കണ്ടന്റ് ഇല്ലാതെ തോന്നി. അങ്ങനെ റിപ്ലൈ കൊടുത്തോ? കണ്ടിട്ടില്ലെന്ന് തന്നെ. ഞാൻ കണ്ടന്റില്ലെന്ന് തന്നെ സത്യല്ലേ. അതല്ല, ഞാനിപ്പോഴാ ചേട്ടാ എന്റെ ആദ്യത്തെ പ്രഗ്നൻസി. എനിക്കിപ്പോഴും ഇതിനെ പറ്റി അറിയാൻ പറ്റും. ഞാനിപ്പോ ഈ ലോകത്തിലെ ആദ്യത്തെ ഗർഭിണി ചേട്ടൻ കാണണ്ടല്ലേ. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണോ അല്ലേ? എന്തെങ്കിലുമൊക്കെ പറയാം. നെഗറ്റീവ് ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കണം. അത് ആൺപിള്ളേരല്ല, പെൺപിള്ളേർക്ക് പെൺപിള്ളേര് തന്നെയാണ് ശത്രുക്കള്. ഓ, അത് ശരിയാണ്. നമ്മൾ ഒരുങ്ങുന്നത് പെൺപിള്ളേരെ കാണിക്കാനാണ് എന്നൊക്കെ പറയുമല്ലോ. ഓക്കെ. കൂടുതലും ഫീമെയിൽ കാറ്റഗറിയാണ് വരുന്നത്. നിങ്ങൾക്ക് സജഷൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങളത് ഇങ്ങനെ ഇപ്പൊ ആരെങ്കിലും ഇന്നൊരു തീമിൽ ചെയ്തുകൂടെ അങ്ങനെയൊക്കെ പറയാറുണ്ടോ? സജഷൻസ് ഒക്കെ ബാക്ക് ടു സ്കൂൾ അങ്ങനെയൊക്കെ. അത് ഹൊറർ ഒക്കെ ചെയ്യാൻ പറയും. കമന്റ്സിൽ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ഫ്രണ്ട്സ് കസിൻസിന്റെ അടുത്ത് നിന്നൊക്കെ നിങ്ങൾ എങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇന്ന വീഡിയോ ചെയ്തുകൂടെ, ഇങ്ങനെ ഒരു കണ്ടന്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടോ? അങ്ങനെ ആരും പറഞ്ഞുതരാം. ജിമ്മിൽ പോകുമ്പോ നമ്മുടെ ആദർശം എന്ന് പറയുന്ന ചേട്ടൻ ഒരുപാട് കണ്ടന്റ് പറഞ്ഞു തരും, ഹെൽപ്പ് ചെയ്യും. ചേട്ടന്റെ ലൈഫ് നടന്നതിന് കൂടുതലും പറഞ്ഞു തരാം. അങ്ങനെ നമ്മൾ കുറെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ റിയൽ ലൈഫിൽ നിന്ന് ചീന്തി എടുത്ത് ഒരുപാട് അത് തന്നെയാണ്. നമുക്ക് പണ്ട് സ്കൂളിൽ നിന്ന് കിട്ടിയ അനുഭവം. മിന്നുന്റെ ലൈഫിൽ ഇത്ര അനുഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ. നിങ്ങളുടെ രണ്ടുപേരും എന്തൊക്കെയാ കോൺട്രിബ്യൂഷൻ നടത്തുന്നതിലേക്ക്? അഭിനയം, ആക്ടിങ്, എല്ലാം ആക്കി. എഡിറ്റിംഗ് ആരാ ചെയ്യുന്നത്? എല്ലാം ഞാൻ തന്നെ. എടാ പാടല്ലേ. ഇപ്പം എനിക്കൊന്ന് മുക്ത വയ്യാതിരിക്കുന്നോണ്ട് ഇവളങ്ങായതുകൊണ്ട് പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ നമ്മൾ ഇവിടെയാണ് ചെയ്യുന്നത്. ഓക്കെ. നിങ്ങൾ ആദ്യം തുടങ്ങുന്നതിന് മുന്നേ ഇതിനെ പറ്റിയിട്ടൊക്കെ ബേസിക് ഐഡിയ ഉണ്ടായിരുന്നു? പയ്യാണോ എഡിറ്റിംഗ് ഒക്കെ പഠിച്ചു? ഒന്നും അറിഞ്ഞിട്ടായിരുന്നു. വെറുതെ മുന്നേ കോവിഡ് സമയത്ത് ഒന്ന് പറഞ്ഞു, ചേച്ചി നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ്. അവൻ എന്തിന് വെറുതെ ഇനി ഇപ്പൊ ആളുടെ വായിക്കണം അതും കൂടെ കേൾക്കാൻ വേണ്ടിട്ട്. ഇല്ലോ യൂട്യൂബിൽ എല്ലാവർക്കും ഉണ്ട്, കോവിഡ് ടൈമിൽ അത് പൈസ കിട്ടും ചേച്ചി. കിട്ടേയൊന്നുമില്ല. എന്നിട്ട് നമ്മള് ചുമ്മാ തുടങ്ങിയ ഒരു കാര്യമാണ്. പകുതി വെച്ചിട്ടിട്ട് പോവാന്ന് വിചാരിച്ചു. എന്ന് രാവിലെ നമ്മൾ എത്ര സബ്സ്ക്രൈബേഴ്സ് കൂടി കുറഞ്ഞു വരുമെന്ന് ആ സമയത്ത് വീണ്ടും 800 കുറയും. നമ്മൾ പറയും നിർത്താം ഇനി വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എന്തായാലും എവിടെ വരെ എത്തി? ആരാണ് ആ ഒരു നിങ്ങളെ പുഷ് ചെയ്യുന്ന ഫാക്ടർ? നിർത്താന്ന് പറയുമ്പോ വേണ്ട, ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞോണ്ടിരിക്കും. എനിക്ക് ഭയങ്കര പെട്ടെന്ന് ഫീൽ ആവുന്ന ഒരാളാണ് ഞാൻ. ഇങ്ങനെ നിക്കണെങ്കിലും ഞാൻ പെട്ടെന്ന്. അപ്പൊ ഇവിടെ പറയും വേണ്ട. തുടങ്ങിയ സ്ഥിതിക്ക് ഞാനും പറഞ്ഞ് നിർത്തണ്ട, നമുക്ക് കണ്ടിന്യൂ ചെയ്യാന്നാണ്. ഞാൻ വേണ്ട, എന്തിനാണ് ചുമ്മാ. ഞാനാണ് ഈ ഗ്രൂപ്പിന്റെ സ്ട്രെങ്തും അതുപോലെ തന്നെ ഇതും രണ്ട് നിർത്താന്ന് പറയുന്ന ആളും എല്ലാം ചെയ്തു കൊടുക്കുന്ന മാതിരിയാണ് ഈ നെഗറ്റീവ് കമന്റ് വന്നോണ്ട്. നെഗറ്റീവ്സ് ഏറ്റവും കമന്റ്സ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഹേർട്ട് ആവുന്നവർക്കാ? അതെനിക്ക് ഇവിടെ തന്നെയാണ്. അപ്പൊ മോട്ടിവേറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു നല്ലത് കൊടുക്കുന്നു. ഇതാണ് ഞാനാണ് യഥാർത്ഥത്തിൽ വീക്ക്. ഇവർ രണ്ടും നല്ല സ്ട്രോങ് ആണ്. ഇവര് നല്ല രീതിയിൽ കൊടുക്കും. മുത്തനാണെങ്കിൽ വേറൊരു അക്കൗണ്ട് ഒക്കെ നല്ല രീതിയിൽ കൊടുക്കും. ഫേക്ക് അക്കൗണ്ട് എടുത്തിട്ട് കൊടുക്കും. ഇനി ഇവരുടെ നെഗറ്റീവ് കമന്റ്സിന് റിപ്ലൈ വരുന്നത് ആ ഫേക്ക് അക്കൗണ്ട്. എന്താ ഫേക്ക് അക്കൗണ്ടിന്റെ പേര്? മറ്റേ രാജേഷ് പി അങ്ങനെയൊക്കെയാണോ? ശരിക്ക് മുക്തയാണോ മുഗ്ധയാണോ? മുഗ്ധ. മുഗ്ധ. എനിക്ക് എന്റെ പേര് ഇഷ്ടമല്ല, അതൊന്നും ഞാൻ പറയൂല. വീട്ടിൽ വിളിക്കുന്ന മുത്ത്, മുത്ത്, മുത്തു, മുന്ന, എന്റെ അമ്മേ. ശരിക്കും നിങ്ങള് കസിൻസ് എന്ന് പറയുമ്പോ എന്താ റിലേഷൻ? എന്താ? എന്റെ അമ്മയുടെ സിസ്റ്ററിന്റെ മോളാണ്, എന്റെ കുഞ്ഞമ്മയുടെ മോൾ.
ആ ഓ എന്റെ ബ്രദറിന്റെ വൈഫാണ്. ആ അതെനിക്കറിയാം. നിങ്ങൾ രണ്ടുപേരുടെ എനിക്കറിയാം. നിങ്ങൾ മുത്തുലക്ഷ്മി ആണെന്ന് വെച്ചാൽ ഇവിടെ സിസ്റ്റർ. സിസ്റ്റർ. ഓക്കെ ഓക്കെ ഫൈൻ. ഓ ഓക്കെ. നിങ്ങൾ കസിൻസിന്റെ അടുത്ത് തന്നെ സാധാരണ ഇങ്ങനെ പറയത്തില്ലേ, ഈ അടുത്ത് ഞാനൊരു റീല് കണ്ടു, ഇങ്ങനെ അമ്മയുടെ സൈഡിൽ നിന്നുള്ള കസിൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ സൈഡിൽ ഇവിടെ നിങ്ങൾ കസിൻസ് തന്നെ ഇത്രയും ചില്ല ഒരു ഫ്രണ്ട്സ് രീതിയിൽ പോവാന്ന് പറയുന്നതും അങ്ങനെ എല്ലായിടത്തും കോമൺ ആയിട്ട് കാണുന്ന കാര്യമൊന്നുമല്ല. ഏറ്റവും കൂടുതൽ മടിയാർക്കാ ചെയ്യാൻ, വീഡിയോ ചെയ്യാൻ? മുത്തുലക്ഷ്മി. ഞാനൊന്നുമല്ല. ഇവിടെ ആളില്ലാത്തോണ്ട് അങ്ങോട്ട് വെച്ചാണോ? ഇല്ല, അങ്ങനെയാണ്. ഓ മടിയാണ് ചെയ്യാൻ. ഭയങ്കര നമുക്ക് ചെയ്യാം, അങ്ങനെ ചെയ്യാൻ, ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം ആർക്കാ കണ്ടിട്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ്? അങ്ങനെ നമ്മളെ ഇൻട്രസ്റ്റ് ഉള്ളത് നമുക്ക് 3 പേർക്കും ഉണ്ട്. ഉണ്ട്. ഓക്കെ. ഒറ്റട്ടേക്ക് ഓക്കെ ആണോ? പണ്ടൊന്നും ഓക്കെ അല്ലായിരുന്നു, ഇപ്പൊ ഓക്കെയാണ്. ഇപ്പൊ എല്ലാം ഒറ്റട്ടേക്ക് ഓക്കെയാ. എങ്കിലും ചിലവർക്ക് ചിലപ്പോ ഡയലോഗ് കൂടുതലുള്ളത് മുന്നേ എടുക്കൂല. അതെല്ലാം നമ്മളെ മണ്ടയിലും കഥ. നിങ്ങൾ ഡയലോഗ് പ്രോപ്പർ ആയിട്ട് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി എങ്ങനെയാണോ? സ്പോട്ടിൽ ഓ കോൺസെപ്റ്റ് ഒരു ഐഡിയ മാത്രം വെക്കും. ഒരു ചെറിയൊരു ഐഡിയ കിട്ടും, അതിന് നമ്മള് ആ ഒരു സമയത്ത്. ഓ ഓക്കെ. അപ്പൊ ഷൂട്ടിംഗ് എങ്ങനെ ഡെയിലി ഉണ്ടോ? ഡെയിലി ഷൂട്ട് ചെയ്യും? ഇല്ല, ഒന്നിരാടോ ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ ഇന്ന് ഷൂട്ട് ചെയ്തിട്ട് അത് ഇന്ന് തന്നെ എഡിറ്റ് ചെയ്ത് തരും? ഓ ഓക്കെ. അപ്പൊ നിങ്ങക്ക് സമയം കുറെ വേണ്ടേ വീഡിയോ എടുക്കാൻ, എഡിറ്റ് ചെയ്യാൻ? 10:30 തുടങ്ങിയാൽ 12 മണിയാകുമ്പോൾ തീരും വീഡിയോ എടുത്ത്. പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് എഡിറ്റ് ചെയ്യും. ആ ഓക്കെ. ലൈക്ക് വേറെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇതാണല്ലോ മെയിൻ ആയിട്ട് നോക്കുന്നത്, അതുകൊണ്ട് വേറെ സമയം പോകുന്ന കാര്യങ്ങളൊന്നും ഇല്ല? വേറെ എവിടെയും പോകുന്നെങ്കിൽ രാവിലെ നേരത്തെ അത് ചാർട്ട് ചെയ്ത് അതനുസരിച്ചിട്ട് ചെയ്യും. ഓക്കെ ഓക്കെ. റവന്യൂ ചോദിക്കാൻ പാടില്ലെന്ന് പറയുമെങ്കിലും അത്യാവശ്യം ഇപ്പം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തെടുത്തുന്നത് ഇവിടെ നിന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് വലിയ രീതിയിലുള്ള ഒരു ഗ്രോത്ത് വന്നിട്ടില്ലേ? ഓക്കെ. നിങ്ങൾ ഈ യൂട്യൂബിലെ ഇൻകം കൊണ്ടിട്ട് 3 പേര് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞോ, ഒരു വാങ്ങിച്ച ഇല്ലെങ്കിൽ നിങ്ങൾ നേടിയെടുത്തൊരു ഏറ്റവും വലിയൊരു സംഭവം എന്താ, ഒരു സന്തോഷം? ഞാൻ ഐഫോൺ വാങ്ങി. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഐഫോൺ. പിന്നെ കല്യാണത്തിന്റെ എന്റെ മിക്ക സ്ഥലത്തും ഞാനാ നോക്കിയത്. എന്റെ ചേട്ടൻ എന്നെ കല്യാണം കഴിപ്പിച്ചത്, പക്ഷെ എനിക്ക് വേണ്ട സാധനങ്ങളും കാര്യങ്ങളെല്ലാം ഞാനാ മേടിച്ചത്. ഡ്രസ്സ്, ഓർണമെന്റ്സ് ആയാലും എനിക്ക് ഇഷ്ടപ്പെട്ട മിക്കതും ഞാൻ തന്നെ മേടിച്ചത്. കല്യാണം നടത്തിയതെല്ലാം അണ്ണനും അച്ഛനൊക്കെയാ. ബാക്കി എനിക്കിഷ്ട കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്തത്. അത് വലിയൊരു കാര്യം. പിന്നെ ഉറപ്പായിട്ടും അടുത്ത ആളുടെ എന്റെ യൂട്യൂബിന്റെ പൈസ ഞാൻ വീട്ടിലാണ് സാധാരണ കൊടുക്കാറ്. അച്ഛന് വയ്യാത്തയാണ്, അപ്പോഴത്തേക്ക് ഞാനാണ് വീട്ടുകാരി മൊത്തം. കൊച്ചിച്ച് ഇങ്ങനെ വയ്യാതായി, പാർക്കിങ്സിനാണ് കൊച്ചിച്ചൻ. അപ്പൊ കൊച്ചിന് വയ്യാതായി വന്ന സമയത്ത് ഭയങ്കര പാടായിരുന്നു. അപ്പം ഇവളാ മുന്നോട്ട് ആ വീട് അയ്യോ ഞാൻ തന്നെ നോക്കണം. ഇപ്പോഴും ഇവിടെ നോക്കുന്നത്. അയ്യോ കള അടിപൊളി. അത് നമ്മളെന്താ ഒരു സാധനം വാങ്ങിക്കുന്നതിലും 10 ഇരട്ടി വലുതാണ്. ഐഫോൺ മേടിച്ച് എന്റെ കാര്യങ്ങളെല്ലാം നടത്തുന്നതിന്റെ ഇടയിൽ നമ്മള് ലീവ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നില്ല, നമ്മുടെ ഫാമിലി നമ്മൾ നോക്കുന്നതെന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണല്ലോ. മുക്തയുടെ പ്രത്യേകിച്ച് മോന്റെ കാര്യങ്ങളും കൂടെ ആ കൂട്ടത്തിൽ നടക്കുമല്ലോ. ഓക്കെ. സേവിങ്സ് ആയിട്ട് മാറ്റി വെക്കുവോ? ഉണ്ട്. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും വാങ്ങിക്കുന്നില്ലെങ്കിലും നമ്മൾ സേവ് ചെയ്ത് ഡ്രസ്സൊക്കെ വാങ്ങിക്കും, അല്ലാതെ ഡ്രസ്സ്, ഫുഡ് അതൊക്കെ. ഡ്രസ്സ് നമ്മൾ പണ്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അല്ലേ, ഡ്രസ്സ് വേണം അങ്ങനെ ഡ്രസ്സ്. പക്ഷെ നമുക്ക് ആ സമയത്ത് നമ്മളെ ഓണത്തിന് സ്കൂൾ ഇറക്കുമ്പോഴേക്കെ ഡ്രസ്സ് ഇട്ടിട്ടുള്ളൂ. നമ്മള് സാധാരണ ഒരു കുടുംബം. അപ്പൊ അമ്മയുടെ അച്ഛന്റെ ആ ഒരു ചെറിയൊരു വരുമാനത്തില് എടുക്കാനുള്ള ഇതൊന്നുമില്ല. പക്ഷെ ബാക്കിയുള്ളവർക്ക് ഇട്ടോണ്ടേ നടക്കുന്ന. അപ്പൊ നമ്മള് ആഗ്രഹം നമ്മള് പറയൂല്ലേ, അപ്പൊ അതുകൊണ്ട് ഇപ്രാവശ്യം ഡ്രസ്സ് എടുത്തിട്ട് മതി ബാക്കി പൈസ. നമുക്കൊരു ആഗ്രഹം കാണുമല്ലോ, അന്ന് നടക്കാത്ത കാര്യങ്ങൾ ഇന്ന് നമ്മള് നല്ലോല നടത്തും. നിങ്ങളുടെ ഫാമിലി എന്നുള്ളൊരു സപ്പോർട്ട് എങ്ങനെ? ഇപ്പം എല്ലാ വീഡിയോസും കാണുമ്പം സജഷൻസ് പറയാ, ക്രിട്ടിസൈസ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ട്. എന്താ ഏറ്റവും കൂടുതൽ വീട്ടിൽ നിന്ന് പറയുന്ന സപ്പോർട്ടും ക്രിട്ടിസൈസ് രണ്ടും? അമ്മയും നമ്മളെ ഫാമിലിയിലുള്ള അമ്മ അച്ഛനൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. കാരണം അവർക്കും ഭയങ്കര സന്തോഷമാണ്. പുറത്തിറങ്ങുമ്പോൾ അവരെയും തിരിച്ചറിയുന്നുണ്ട്, ഇങ്ങനെ ഇവരെ അമ്മയല്ലേ അച്ഛനല്ലേ ചേട്ടനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഫാമിലി എന്നുള്ളത് തിരി ആദ്യമൊക്കെ ഭയങ്കര പാടായിരുന്നു. വേണ്ട നിർത്തിപ്പോ വേണ്ട നിർത്ത്, എന്തിനാ ഇതൊക്കെ? അവസാനമൊക്കെ ഉണ്ട്. ഓക്കെ. ബാക്കി ഓഡിയൻസ് സബ്ടൈറ്റിലിട്ട് ഊഹിച്ചെടുത്തോ. ആ മൊത്തം എക്സ്പ്രഷനും മുന്നേടെ മുഖത്തുണ്ട്, അതിൽ നിന്ന് കിട്ടുമല്ല. ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് എടാ ഇത് പിന്നെ രീതിയിൽ ആക്ട് ചെയ്തത് ശരിയായില്ല, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ആക്കായിരുന്നു, ലൈക്ക് ബെറ്റർ ആവാനുള്ള രീതിയിലുള്ള സജഷൻസ് ഒക്കെ പറയത്തില്ലേ, അതാരാ? ഫാമിലിയുടെ സൈഡ് നിങ്ങൾ 4 പേരും അല്ലാതെ ഇപ്പം ഹസ്ബൻഡാവാം ചേട്ടനാവാം അങ്ങനെ
അങ്ങനെ ആരും നമ്മുടെ അടുത്ത് പറഞ്ഞില്ല, നന്നാവണാരും കാണാൻ താല്പര്യമില്ല. താല്പര്യം ഉള്ളതൊക്കെ കൊണ്ട് പോയാൽ മതി. എല്ലാരും എവിടെയുള്ള ആൾക്കാരൊക്കെ പറയുമായിരുന്നു നല്ല രസമുണ്ട് നിങ്ങളെ വീഡിയോസും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ പറയാം. വീഡിയോ കണ്ടില്ലേ ചോദിക്കും എന്ത് വീഡിയോ ഇടാത്ത. ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ്. നമ്മള് ഇങ്ങനെ ഉയർച്ചയിലൊക്കെ എത്തുന്നതൊക്കെ ഭയങ്കര സന്തോഷം. ഇപ്പൊ ശരിക്കും നിങ്ങൾ ഇതാണല്ലോ മെയിൻ ഒരു നിങ്ങളുടെ ജോലി പോലെ തന്നെ ജോലി തന്നെയാണ്. കോൺഗ്രേഷൻ ജോലി ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് ഇപ്പോഴും. ഞാൻ എല്ലാവരും BEdും PG ഒക്കെ കഴിഞ്ഞിട്ട് എന്തിനാ വെറുതെ നിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു സ്കൂളിൽ കയറിയപ്പോൾ ഇത്ര പൈസ കിട്ടത്തില്ല, അതിനെക്കാട്ടി പൈസ ഇതൊന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, ശരിക്കും ഇതിനൊക്കെ മുന്നേ യൂട്യൂബിന് ഇല്ലെങ്കിൽ നമ്മൾ കോണ്ടന്റ് ക്രിയേഷൻ ഒക്കെ വരുന്നതിന് മുന്നേ നേരത്തെ എന്തായിരുന്നു ആഗ്രഹം? ലൈക്ക് നമ്മളിങ്ങനെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന സമയത്തും അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന നമുക്ക് ഉണ്ടാവുമല്ലോ, ഇന്നത്തെ പഠിക്കണം, ഇന്ന ജോലിക്ക് ചെയ്യണം. എനിക്ക് ലോയർ ആവണമെന്നായിരുന്നു താല്പര്യം, പക്ഷെ എനിക്ക് അമ്മയൊന്നും വിട്ടില്ല അതിന്. പിന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഇതായിരുന്നു ടീച്ചർ. കാരണം അന്നാ സമയത്ത് ടീച്ചേഴ്സ് ഒന്നും എല്ലാ പിള്ളേരും ഒരേപോലെ കാണൂലായിരുന്നു. കാരണം കുറെ പഠിക്കുന്ന പിള്ളേര്, ഇടത്തരം പിള്ളേരെ ഒന്നും മൈൻഡ് ചെയ്യൂല, അതിന്റെ ബേക്കിൽ കിടക്കുന്ന ഒരു പിള്ളേര് എല്ലാം കാറ്റഗറിയിലായിരുന്നു. ഞാൻ ഇടത്തരം. അപ്പൊ ഈ പഠിക്കുന്ന കുറെ പിള്ളേരെ മാത്രമേ, അതുകൊണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു ഈ ടീച്ചർ. മറ്റേ സാധനം ചിന്തിക്കണ്ട, ഞാൻ ടീച്ചറായിട്ട് വേണം എല്ലാരും ഒരേപോലെ. അതുകൊണ്ട് ലാസ്റ്റ് ഞാൻ ടീച്ചർ തന്നെ ആയത്. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം തന്നെ. ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ? ഇല്ല, പഠിച്ചിറങ്ങിയപ്പോ തന്നെ നമ്മള് യൂട്യൂബിലേക്ക് വന്നു. അങ്ങനെ. ഓക്കെ, മുന്നേ എനിക്ക് ഫാഷൻ ഡിസൈനർ ആവണമെന്നാണ് ആഗ്രഹം. ഇപ്പൊ ഇതിന്റെ ബേക്കിൽ പോകും. ഇതാണ് പക്ഷെ എനിക്ക് ഇത്തിരി ഇഷ്ടമായി കാര്യം. ഇപ്പൊ ഇതിലോട്ടാണ് ഇൻട്രസ്റ്റ് അല്ല. ഓക്കെ, അടുത്താള്. എനിക്കും 10 പ്ലസ് 2 കഴിഞ്ഞപ്പോൾ എനിക്കും ഫാഷൻ ഡിസൈനിങ്ങിനായിരുന്നു താല്പര്യം. പക്ഷെ അമ്മയും അച്ഛനും അത് വേണ്ട, അതിലൊന്നും നടക്കൂല എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ BCom MBA ആണ്. അപ്പൊ അത് പഠിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല കമ്പനിയിലോ വല്ല കയറാന്ന് വിചാരിച്ചു. പക്ഷെ പഠിച്ച് ഞാൻ MBA പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് യൂട്യൂബും തുടങ്ങിയത്. പിന്നെ ഞാൻ അതിൽ MBA കംപ്ലീറ്റ് ചെയ്തു. ജോലിയൊന്നും വേറെ നോക്കില്ല, ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. പക്ഷെ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. ഒരു ജോബും ഇതും കൂടെ രണ്ടും കൂടെ പോകുമ്പോൾ പ്രോപ്പറായിട്ട് പോത്തുമില്ല, കുറച്ച് ഒരു എക്സോസ്റ്റിംഗ് ആവുമല്ലോ. ഇതിപ്പോൾ രണ്ടും പ്രോപ്പറായിട്ട് പോകുന്നുണ്ടല്ലോ. ഞാൻ പഴയ ഇതിൽ കണ്ടപ്പം കല്യാണത്തിന് മുന്നെയാണ് ഞാൻ ഇവരുടെ ഇതിന് മുന്നത്തെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുള്ളത്. വേറൊരു കാര്യം കൂടെ ഓഡിയൻസിൻ്റെ അടുത്ത് പറയാം, ഇവരുടെ ഫസ്റ്റ് ഇന്റർവ്യൂ എടുക്കുന്നത് നമ്മുടെ ചാനലിൽ തന്നെയാണ്, ജാങ്കോ സ്പേസ് തന്നെയാണ്. ഇപ്പോൾ അതേ കുറേ നാളുകൾക്ക് ശേഷം ഇവരിങ്ങനെ സക്സസ്സിൽ എത്തി നിൽക്കുമ്പോൾ വീണ്ടും എടുക്കാൻ വന്നത് നമ്മൾ തന്നെയാണ്. ഞങ്ങളോട് ഇന്ന് സ്മരണ വേണം. ഞാനപ്പോൾ ആ ഇന്റർവ്യൂ കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ ആരോ ചോദിക്കുന്നുണ്ട്, ആങ്കർ നിങ്ങളോട് ചോദിക്കുമ്പം ട്രിപ്പിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്ന, യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ, ട്രിപ്പ് പോകാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഇഷ്ടമാണ്, ഒന്നും പോകാൻ പറ്റുന്നില്ല, കല്യാണം കഴിഞ്ഞിട്ട് വേണമെന്ന് പറയുന്നുണ്ട്. അന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ല, ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ഇപ്പോഴത്തെ ഒരു രീതി? പോകാറുണ്ടോ? പ്ലാൻ ചെയ്തപ്പോഴാണ് ട്രിപ്പിന് പ്ലാൻ ചെയ്തു ഗർഭിണിയായി. ഓ, അതുകൊണ്ട് എവിടെയും പോയിട്ടില്ല? അല്ല, പോയി. നമ്മൾ ഇടുക്കിയിലൊക്കെ പോയായിരുന്നു. പിന്നെ എറണാകുളത്ത് പോയിട്ട് വന്നപ്പോഴായിരുന്നു പിറ്റേ ദിവസം നോക്കിയപ്പോഴാണ് എറണാകുളം പോകുന്നതിന് മുന്നാണ് ഇടുക്കി പോയത്. എറണാകുളം പോകുന്ന മുമ്പാണ് ഇടുക്കി പോയത്. അത് കഴിഞ്ഞ് പിറ്റേ മാസം കല്യാണം കഴിഞ്ഞ് 2 മാസം ആയപ്പോഴേ ബേബി ആയി. നമ്മൾ 1 വർഷം കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. ആശാട്ടിയായിരുന്നു, മുമ്പേ ആരാ നമുക്ക് അറിയത്തില്ല. എന്തായാലും അതിന് മുന്നേ എന്നോട് പറയുമ്പോൾ എറണാകുളത്ത് പോയിട്ട് വന്ന് പിറ്റേ നോക്കിയപ്പോ അതല്ല, എന്റെ അടുത്ത് മിന്നു പറയുമ്പോഴുള്ള എക്സ്പ്രഷൻ ഞങ്ങൾക്ക് 1 കൊല്ലം കഴിഞ്ഞ് മതിയെന്നായിരുന്നു. ഇപ്പൊ ഞാനെന്തോ ചെയ്തു. പക്ഷെ ഇപ്പൊ നമ്മളിതായി കുഴപ്പമില്ല, നമ്മൾ കുഞ്ഞാവെ ആയിട്ട് ഇറങ്ങാൻ പോകും. നമ്മള് മറ്റേ ഫസ്റ്റ് ഫ്ലൈറ്റ്സ് ഒക്കെ കുഞ്ഞാവായിട്ട് പോയിട്ട് അങ്ങനെ നമുക്ക് മറ്റേ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടൂല ഫ്ലൈറ്റിന്, അതൊക്കെ എടുക്കാം. ബാക്കി ട്രിപ്പൊക്കെ പോകുന്നുണ്ടോ? എവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെ. ഇപ്പൊ ഞാൻ പോയ ഇവര് രണ്ടുപേരും വീട്ടിലാണ്. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകും തോന്നുന്ന സമയത്ത്. ഇപ്പൊ ലുലു ആണെങ്കിൽ ലുലു, ട്രിവാൻഡ്രം ആണെങ്കിൽ ട്രിവാൻഡ്രം. അന്ന് രാവിലെ നമുക്ക് തോന്നും പോവാം. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പം തോന്നും നമുക്ക് സ്റ്റുഡിയോയിൽ പോയാലും അല്ലെങ്കിൽ ലുലുവിൽ പോയാലും അപ്പോഴേ ഇറങ്ങും. രാവിലെ 3 ബാഗും ഇതൊക്കെ ആയിട്ട് ഇറങ്ങും. എന്നിട്ട് വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ നിങ്ങളുടെ 3 പേരുടെയും ക്യാരക്ടേഴ്സിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള കാര്യം എന്താ? ഒരേപോലെ നമ്മൾ എന്ത് പറഞ്ഞാലും അത് തമാശക്ക് എടുക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഹേർട്ട് ആവും. അങ്ങനെ ഒരു മാതിരി പെമ്പിള്ളേരെ പെമ്പിള്ളേരെ ഞങ്ങള് എന്ത് പറഞ്ഞാലും ആ രീതിയിൽ എടുത്ത് വിടും. ഭയങ്കര ഇമോഷണലി ഡൗൺ ആയിട്ടുള്ളതാരാ? ഞാൻ യൂട്യൂബ് വെച്ചിട്ടല്ല, മൊത്തത്തിൽ ഇപ്പം നിങ്ങൾ എല്ലാ കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചാൽ എന്നാലും ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വിഷമാവും, അങ്ങനത്തെ ഒരു ടൈപ്പ്. മുന്നേ എനിക്ക് തോന്നുന്നത് അത്ര വിഷമമായിട്ട് അവള് കൂളായിട്ടിരിക്കും. എന്ത് വിഷമമുണ്ടെങ്കിലും അവള്, പക്ഷെ എന്നെ കൊണ്ട് അത് പറ്റൂല. സന്തോഷം കുറച്ച് ഡൗൺ ആവും.
പെട്ടെന്ന് ഡൗൺ ആവും. അതുപോലെ തന്നെ ഹാപ്പി ആവും. അല്ല ഞാൻ ഡൗൺ അതന്നെ പറഞ്ഞ ഡൗൺ ആവും, ഹാപ്പി ആവും. അങ്ങനെ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ചെറിയൊരു ഗെയിമിലോട്ട് പോവാം. ഇവിടെ ഒരാൾ പ്രഗ്നന്റ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് കുഞ്ഞി ഒരു ഗെയിമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഭയങ്കര സിമ്പിളാ. എനിക്കുള്ളത് പാട്. ഞാനത് അങ്ങനെ പറഞ്ഞു വലിപ്പിക്കുന്നുള്ള പാട് മാത്രമേ ഉള്ളൂ. ഒന്നുമില്ല. പാട്ടൊക്കെ കേൾക്കാൻ ഇഷ്ടമാണോ? മുത്തേച്ചി പാടും. പാടിപ്പിക്കണേ. മുക്ത 10 വർഷം കൊണ്ട് പഠിച്ചതാണ്. ഇങ്ങനെയെങ്കിലും ഒരു ഇതുണ്ടാവട്ടെ. ആണോ? പാട്ട് പഠിച്ചതോ? 10 വർഷം? ഡാൻസും പാട്ട് ഡാൻസ് 10 വർഷം. പാട്ട് 8ഉം ഡാൻസ് 10ഉം. എടാ ചെറിയ സംഭവമല്ലല്ലോ. ഉള്ള അടിപൊളി. അപ്പൊ നമുക്ക് എന്തായാലും ഒരു പാട്ടുണ്ടേ. നിങ്ങൾക്ക് രണ്ടുപേർക്കും കലാപരമായി മുന്നേ റെക്കോർഡ് ചെയ്ത് സ്വന്തമായിട്ട് പാടി റെക്കോർഡ് ചെയ്ത് തമാശ സ്മ്യൂളാണോ? അല്ല അല്ലാതെ യൂട്യൂബിൽ ചിരിപ്പിക്കാൻ വേണ്ടി ചുമ്മാ ഞാൻ ഇങ്ങനെ കോമഡി ഏതൊക്കെ പാട്ടൊക്കെ എങ്ങനെ ഇവ രണ്ടുപേരും ഒത്ത് പാടുന്നില്ല. മിന്നുവിന് എന്തൊക്കെ കഴിവാണ്? എനിക്ക് ഒരു കഴിവില്ല. എനിക്ക് ഒന്നിനെ കൊണ്ട് എന്നെ കൊണ്ടുകൊള്ളത്. എന്നോടൊന്നും അല്ല ഇപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോ ഒന്നും പറ്റില്ല. ഇപ്പഴല്ല, നേരത്തെ എന്തൊക്കെ കഴിവുണ്ട്? ഡാൻസ് ഒക്കെ കളിക്കും. ഓക്കെ. അപ്പൊ നിങ്ങളുടെ പാട്ടിനെ പറ്റിയുള്ള ജ്ഞാനം അതാണ് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, റെഡി അല്ലേ? വളരെ സിമ്പിളായിട്ട് ഞാനൊന്ന് ഇതിനെപ്പറ്റി വിവരിക്കാം. പറയുന്നതല്ല മനസ്സിലാവുന്നുണ്ടോ എന്തോ. അതായത് കുറച്ച് മലയാളം പാട്ടുകളിലെ ഇടയ്ക്കത്തെ വരി എടുത്തിരിക്കുന്നത്. ഞാനത് വരിയായിട്ട് പാടത്തില്ല, ജസ്റ്റ് പറയത്തേ ഉള്ളൂ. അതിൽ നിന്ന് ആ പാട്ട് തന്നെ കണ്ടുപിടിക്കണം. ഓക്കെ. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ വരി പറയുമ്പോഴേ അത് പാട്ട് പാടുന്ന പോലെ ആയിപ്പോകും. നമുക്ക് ട്യൂൺ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട്. എന്നാലും ഞാൻ ശ്രമിച്ച് കഷ്ടപ്പെട്ട് ഞാൻ പറയാം. ആദ്യം പറയുന്നതൊക്കെ പോയിന്റ് കേട്ടോ. അങ്ങനെയാണ്. 3 പേരും വേറെ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ്. നിങ്ങളെ തമ്മിൽ ഞാൻ അകറ്റിയിരിക്കുന്നു. സിമ്പിൾ സ്റ്റാർട്ട് ചെയ്യാം. നിന്റെ മൗനവും മൊഴിയുടെ തുന്നിയേകവേ എന്നും ഈ വഴി കനവോട് കാത്തിരുന്നു ഞാൻ. തുടക്കം പറയണേ. പാടി നോക്ക്, മനസ്സിൽ പാടിക്കോ. ഇട്ട് കൊടുക്കരുത്. അപ്പൊ മുക്തയ്ക്ക് 1 പോയിന്റ്. ഓക്കെ. അടുത്തൊക്കെ ഭയങ്കര സിമ്പിളാ. കുളിരേകും കനവിന്റെ കതിരാടിയ ഗാനം. ആരാ പറയാ? അവള് 8 വർഷം പഠിച്ചതല്ലേ. 8 വർഷം സംഗീതമല്ലേ പഠിച്ചത്. ഓക്കെ. ഇതിലേതെങ്കിലും ഒരു പാട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള പാട്ട് പാടാട്ടോ. വെൺപുലരികൾ പൊൻ കസവിടും ഇന്ദ്രനീലമേഘം. അല്ലേ നമ്മൾ ഡാൻസ് കളിച്ച പാട്ട്. നിങ്ങൾ രണ്ടുപേരും വെറുതെ ഇരിക്കും കേട്ടോ. അറിഞ്ഞൂടാ. ചിന്തിക്ക്. ഞാൻ പക്ഷെ ടൂൺ വരുന്നുണ്ടോ ഞാൻ പറയുമ്പോ? ഇല്ലല്ലേ? ഓക്കെ. ഇത് പറഞ്ഞായിരുന്നു തോന്നി എനിക്ക്. ഇതൊക്കെ എങ്ങനെ പറഞ്ഞു വലിപ്പിക്കുന്നൊക്കെ. പിന്നോട്ട് നോക്കാതെ പോകുന്നു നീ. കിട്ടിയോ? മറ്റേ മോഹൻലാലിന്റെ പാട്ടെ മീനെ കൂടെ നോക്കാതെ അഴലിന്റെ മോഹൻലാലും മീനും അതൊന്ന് പറഞ്ഞേ. അത് ഏത് പാട്ടടി പറ്റി? തമ്മിൽ അത് പറയാ. അതാണ് ഞാൻ തമ്മിൽ ഇട്ട് തരുന്ന സാധനമൊക്കെ നമുക്ക്. ഓക്കെ. അടുത്തത്. നീ ചിരിക്കും ചുണ്ടിലാകെ ചേലുകൾ പൂത്ത ഒന്നാങ്കിൽ ഇവിടെ മുത്തക്ക് 5-6 പോയിന്റ് ആയി. ഇവിടെ രണ്ടുപേരും മൊട്ട. കളിയും ചിരിയും നിറയും കനവിൽ. കളിയും ചിരിയും നിറയും കനവിൽ. അതെനിക്ക് അറിഞ്ഞൂടാ. അതൊക്കെ പാട്ടാണോ? ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞോണ്ടാ. ശരിക്കും മഴയൊക്കെ പറഞ്ഞപ്പോ കിട്ടും. കളിയും ചിരിയും നിറയും കനവിൽ. ഇളനീരൊഴുകി കുളിരിൽ. കളിയും ചിരിയും നിറയും കനവിൽ. ഇളനീരൊഴുകി കുളിരിൽ. തണലും വെയിലും പുണരും തൊടിയിൽ മിഴികൾ. അനുരാഗ വിലോചനായി. അവിടെ അത് കിട്ടി. നീ എന്താ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നത്? നമ്മുടെ ക്യാമറമാൻ അവിടെ ഇരുന്നിട്ട് പ്രേമം എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കുന്നത്. കളിയും ചിരിയും. ആ സ്ഥലം കിട്ടി. ഓ കൊള്ളാം. ഇല്ല, ഞാൻ മറ്റേ മിന്നിന് പറയാം. എനിക്ക് ഒരു കഴിവില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ. മാഞ്ഞു പോകാൻ മറന്ന സ്വപ്നം കണ്ണിൽ തങ്ങും പകലുകളിൽ. മാഞ്ഞു പോകാൻ മറന്ന സ്വപ്നം കണ്ണിൽ തങ്ങും പകലുകളിൽ. അടുത്ത വരി. അയ്യോ, അടുത്ത വരി പറയാൻ പറ്റത്തില്ല. അത് വലിയ വാക്കുകളാവുമ്പോ പെട്ടെന്ന് കിട്ടും. മഞ്ഞു പോകാൻ മറന്ന സ്വപ്നം കണ്ണിൽ തങ്ങും പകലുകളിൽ. എനിക്ക് കിട്ടുന്നില്ല.
അതാണ് പാട്ട് എൻ്റെ തുടക്കം. എനിക്ക് ഇഷ്ടമുള്ള ആ വരി മൊത്തം പാടിയിട്ട് എനിക്ക് തുടക്കം കിട്ടില്ല. ചില്ല് കണ്ണാടി നോക്കി പോയി പോയി തോറ്റു ഞാൻ പറഞ്ഞുതരാം. മഴ നീല എനിക്ക് വയ്യ. കേട്ടോ ഒരു പോയിന്റ് ഇല്ലെങ്കിൽ അവർക്ക് ഇന്ന് പോയിട്ട്. ഓക്കെ നെക്സ്റ്റ്. ഇത് ഏതാടാ ഈ പാട്ട്? ഞാൻ തന്നെ എഴുതിയോ? എനിക്കത് മനസ്സിലാവുന്നില്ല. നിന്നെ മാത്രം ഓർത്തിരുന്നു. ശ്വാസം വിട്ടത്. നിന്നെ മാത്രം ഓർത്തിരുന്നു, കനവുകൾ കോർത്തെടുത്തു. അത്രേ പറയത്തുള്ളൂ, അടുത്ത പറഞ്ഞ കിട്ടും. ഇത് കിട്ടിയില്ലെങ്കിൽ ബാക്കി പറയാം. നിന്നെ മാത്രം ഓർത്തിരുന്നു, കനവുകൾ കോർത്തെടുത്തു. ഇത് ഭയങ്കര ഹിറ്റായി. ഐ മീൻ ഈ റീസെൻ്റ്ലി ഞാൻ പറയുന്നില്ല, എന്നാലും കുറച്ച് നാളായിട്ടുള്ളൂ. കാട്ടുചെമ്പകം കുറച്ച് മുമ്പത്തെയാണ്. അല്ല ഒരു കാറ്റഗറി ഒക്കെ വിചാരിക്കാം. ഭയങ്കര റീസെൻ്റ്ലി അല്ല, എന്നാ ഭയങ്കര പഴയതുമല്ല, കുറച്ച് അത്രയും എടുത്ത് കാറ്റഗറി തന്നെ. കേട്ടില്ലല്ലോ ദൈവമേ. ഏകദേശം അടുത്ത തന്നെ. നീ കാട്ടുചെമ്പകം നിന്നെ എന്റെ സേവ് ഡേറ്റ് പാട്ടടിയാ പാട്ട് എന്തൊരു മായം കാട്ടി മയക്കിടല്ലേ മാനത്തോടെ നടത്തിയിടല്ലേ. കാട്ടുചെമ്പകം പോത്തുന്ന സേവ് നിന്നെ മാത്രം കിളിയെ തത്ത ഒരു പോയി. അപ്പൊ ഇപ്പോഴത്തെ ഇവിടെ മിന്നുവിന് 1, മുദ്ദയ്ക്ക് ഒരു 5-6 പോയിന്റ് ആയിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് തോറ്റതായിട്ട് പ്രഖ്യാപിക്കാലോ അല്ലെ? എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുക്കും മുന്നേക്ക്. ഏതെങ്കിലും ഒരു പാട്ട്. ശ്രുതി കിട്ടി. അല്ലെ സൂപ്പറായിട്ട് പാടിയില്ലേ? നിങ്ങളെ കാട്ടുചെമ്പകം കേട്ടപ്പോ ഞെട്ടിയില്ല? കണ്ട എനിക്ക് അറിഞ്ഞു ആ വരി അത്ര അറിയാം. എന്നാ ഒത്തുപാട്. എനിക്ക് വരുന്ന ആ വരി പാടാം. എനിക്ക് ആരും മുഖത്ത് നോക്കല്ലെങ്കിൽ ചിരി വരും. ആരും മൊത്തമൊക്കെ ഞാൻ കണ്ണടച്ച്. ക്യാമറ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാരും കണ്ടോളൂ. കിളി വന്നു കൊഞ്ചിയ ജാലകവാതിൽ കളിയായി ചാടിയതാരേ, അവളുടെ മിഴിയിൽ കരിമഷിയാലെ കനവുകളെഴുതിയതാരേ, നിനവുകളെഴുതിയതാരേ, അവളെ തരളിതയാക്കിയതാരേ. കൊള്ളട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ. നിറയ്ക്കുന്ന ടെൻഷനായോ? അപ്പൊ മുന്നൊരു പാട്ട് പാടി ചിലപ്പോ അത് മാറുമായിരിക്കും. മുന്നേ തോറ്റ സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്തേ പറ്റൂ. മുന്നേക്ക് എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുക്കൂ. മുന്നയുടെ ഒരു ഡെപ് സ്മാഷ്. എനിക്ക് ഓടാൻ തോന്നുന്നു. ഞാനിവിടെ പോകും. നിങ്ങളുടെ മറ്റേ ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്ര തിളക്കത്തിന്റെ ആ സംഭവം കിഡിലൻ അടിപൊളിയായിരുന്നു. നിങ്ങള് അതെ ആ ക്യാരക്ടർ ഷിഫ്റ്റ് ഇങ്ങനെ കൊടുത്തത് നിങ്ങൾ ആരാ ഇങ്ങനെ നീ ഇന്നത് ഞാൻ യമുന റാണി അങ്ങനെയൊക്കെ പറഞ്ഞത്? ഇല്ല, അത് കിഡിലൻ അടിപൊളിയായിരുന്നു. കാണാൻ ലുക്ക് വൈസും ഇല്ലെങ്കിൽ നിങ്ങളെ എക്സ്പ്രഷനും കാര്യങ്ങളും ആപ്റ്റ് ക്യാരക്ടേഴ്സ് ആയിരുന്നു. അതിന് ഏറ്റവും കൂടുതൽ ഫാൻസ് കുറെ കമന്റ്സ് കിടക്കുന്നുണ്ട്. ബിന്ദു പണിക്കർ തകർത്തു എന്നൊക്കെ ഉള്ളത് ഭയങ്കര രസമായിരുന്നു. ഐ മീൻ ഫസ്റ്റ് ആ യമുന റാണി ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന ഷോട്ടൊക്കെ അത് ഭയങ്കര ടൈമിങ്. അത് എത്ര ടേക്ക് എടുത്തു? കുറെ പോയോ? ഇല്ല, നമ്മള് ക്യാമറ തന്നെ മുമ്പ് വെച്ച് നമ്മളെ സ്വന്തമായിട്ട് എടുത്തതാണെന്ന് തോന്നുന്നു. അല്ല ഇൻഡിവിജ്വൽ ആയിട്ട് അല്ല, ക്യാമറ മുമ്പ് സ്റ്റാൻഡിൽ വെച്ചിട്ട്. ഓ അങ്ങനെ ശരിയാ. നിങ്ങൾ എല്ലാരും ഇങ്ങനെ വന്നുണ്ടല്ലോ അല്ലെ? അതില് മറ്റേ ആ വേറൊരാള് എക്സ്ട്രാ ഉണ്ടല്ലോ, നിങ്ങൾ 4 പേരും അല്ലാത്ത അതാരാ? ചേട്ടത്തി. ചേട്ടത്തി. ഓക്കെ. ഓ എല്ലാരും ഭയങ്കര സഹകരണല്ലേ ചെയ്യാൻ വേണ്ടിട്ട്. ആ ഒരു അത് റിക്രിയേഷൻ ഐഡിയ എവിടെന്നാ വന്നേ? മുക്താണോന്ന് തോന്നുന്നു കൊണ്ടുവന്നത്. ഓക്കെ. നിങ്ങൾ ഇനി ഇങ്ങനെ റീക്രിയേഷൻ വീഡിയോസ് ഒക്കെ ചെയ്യട്ടോ? എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സമയം കിട്ടുന്നില്ല. മടി എന്നാത്ത കാര്യം. മറ്റേതാവുമ്പോ എളുപ്പമുണ്ടല്ലോ, നമ്മളെ സ്വന്തം ഇത് കോണ്ടന്റ് ആവുമ്പോ ഇച്ചിരി കൂടെ എളുപ്പമുണ്ട്. മേക്കപ്പ് ഇടണം, സാരി കൊടുക്കണം, നമ്മള് തന്നെ നിൽക്കുന്ന പോലെ നമ്മളങ്ങ് ചെയ്യുന്നു. നിങ്ങൾക്ക് കൂടുതലും ഇമോഷണൽ കണ്ടന്റ്സിനാണോ റീച്ച് വരുന്നത്? ഓ ഓക്കെ. ഈ കോമഡി പരിപാടി വർക്ക്ഔട്ട് ആവുന്നില്ല?
ഇടയ്ക്ക് കോമഡിയും ചെയ്യുന്നുണ്ട്. വർക്കാവും. പക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്ക് ഇഷ്ടം ഇമോഷണൽ കാര്യമാണ്. നിങ്ങളുടെ ഒരു യൂട്യൂബിന്റെ അൽഗോരിതമിൽ എങ്ങനെയാണ് നിങ്ങളത് നോക്കുന്നത്? ഇപ്പം പല ആൾക്കാരും പറയാറുണ്ട് അവർ ഡെയിലി ബേസിസിൽ വീഡിയോസ് ഇടും, ഇല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരേ ടൈമിൽ വീഡിയോ ഇടും, പിന്നെ #, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഈ റീസെന്റ് ഇങ്ങനെ #നൊന്നും വാല്യൂ ഇല്ല അങ്ങനെയും കാണാറുണ്ട്. അപ്പൊ നമ്മൾ യൂട്യൂബിന്റെ ഇവന്റിന് പോയ സമയത്ത് അവർ തന്നെ പറഞ്ഞു #ന്റെ ഒന്നും ഇല്ല അങ്ങനെ പറഞ്ഞു. കാരണം # കൊടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല, നമ്മള് ചെയ്യുന്നതനുസരിച്ചിരിക്കും. നമ്മള് കറക്റ്റ് 7 മണി 7:30 ആ ഒരു ടൈമിനുള്ളിൽ വീഡിയോ പോസ്റ്റ് ചെയ്യും. പോസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും ആക്സസ് ഉണ്ടോ ചാനലിന്? എല്ലാവർക്കും ഒരു ചാനലുണ്ട്. അല്ല, നിങ്ങളുടെ മറ്റേ മെയിൻ ചാനൽ ഇവളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതിന്റെ സെക്കൻഡ് മുക്ത, തേർഡ് സെക്കൻഡ് മുക്ത അങ്ങനെ കൊണ്ടുപോയില്ല, തേർഡ് മുന്നേ കൊണ്ടുപോയി 120K ഉണ്ട്. സിൽവർ ഒക്കെ കിട്ടിയായിരുന്നു. ഈ ഫസ്റ്റ് പ്ലേ ബട്ടൺ വന്നപ്പോ എന്തായിരുന്നു? അയ്യോ, നമ്മളെ ചേട്ടത്തിക്ക് പ്ലേ ബട്ടൺ ഉണ്ടായിരുന്നു അല്ലേ. അവര് പ്ലേ ബട്ടൺ ഒക്കെ കാണുമ്പോ നമുക്ക് ഭയങ്കര ചേട്ടത്തി അങ്ങ് പുറത്താണ്, ദുബായിലാണ്. എവിടത്തെ വീട്ടിലാ മരുമോള. അപ്പൊ ചേട്ടത്തി അങ്ങ് അവർക്ക് അവിടെ എവിടെയാണ് കിട്ടിയത്. അപ്പൊ നമ്മള് പറഞ്ഞു ചേട്ടത്തി കൊണ്ടുവരണേ തൊടാൻ, കാണാനും തൊടാനും. അവിടെ നിന്ന് നമുക്ക് 2 സിൽവറും കിട്ടി, ഒരു ഗോൾഡും കിട്ടി. ഇനിയിപ്പം അടുത്ത കിട്ടും. അയ്യോ അടിപൊളി. അപ്പൊ ഭയങ്കര സന്തോഷമായില്ലേ? ആദ്യം ഇങ്ങനെ ഫസ്റ്റ് എന്താ യൂട്യൂബിൽ നിന്ന് മെയിലാണോ വരുന്നത് ഇങ്ങനെ പ്ലേ ബട്ടൺ വന്നു എന്നുള്ള? അതെ മെയിൽ വന്ന് നമ്മള് ഫില്ല് ചെയ്യണം, എന്നിട്ടൊക്കെ അപ്പൊ തന്നെ ഹാപ്പി ആയി കാണുമല്ലോ, സന്തോഷമായി. നിങ്ങൾ തുടങ്ങിയ സമയത്ത് എന്തൊക്കെ ലിമിറ്റേഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്? ഇപ്പൊ പല ആൾക്കാർ ഇപ്പോഴും, അതായത് പണ്ട് നമ്മളിങ്ങനെ റീൽസ് ഒക്കെ കാണത്തില്ലേ, കോവിഡിന്റെ സമയത്ത് റീൽസോ യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുത്തിരുന്നെങ്കിൽ ഇന്നൊക്കെ വലിയ നിലയിൽ എത്തായിരുന്നു, ഒന്നും ചെയ്തില്ല എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തവരുണ്ട്. ഇപ്പോഴും ചില ആൾക്കാർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്, കോണ്ടന്റ് ക്രിയേഷൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവർക്കുള്ള സാഹചര്യങ്ങളിൽ പറ്റുന്നില്ല എന്ന് വെച്ചിട്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. എന്തൊക്കെയായിരുന്നു നിങ്ങൾ ഫേസ് ചെയ്ത ചാലഞ്ചസ്? എന്തൊക്കെയായിരുന്നു? നമ്മളെ ക്യാമറ, ഒരാൾ ഇപ്പൊ നമ്മളായാലും ഇപ്പൊ ഒരു വീഡിയോ കാണുമ്പോൾ ക്യാമറ ക്വാളിറ്റി ഇല്ലെങ്കിൽ അപ്പോഴേ സ്കിപ്പ് ചെയ്യും. പക്ഷെ ആ സമയത്ത് നമ്മളൊരു വിവോയാണല്ലേ, സാധാ ഒരു ഫോൺ, അതിലാണ് പക്ഷെ നമ്മള് 3 ലക്ഷം 4 ലക്ഷം ആക്കിയത്. അതിനുശേഷം നമ്മള് ക്യാമറ പോലും മേടിച്ചു, നമ്മളെ സ്വന്തം വരുമാനം കൊണ്ട് തന്നെ നമ്മള് ക്യാമറ മേടിച്ചു. ഇപ്പൊ നിങ്ങളെല്ലാം ക്യാമറ ഷൂട്ട് ചെയ്യുന്നത്? ഇല്ല, നമ്മളെ ഫോണിൽ തന്നെ, ഐഫോണിൽ തന്നെ ഷൂട്ട് ചെയ്യണം. ക്യാമറ എടുക്കാറില്ലല്ലേ? എടുക്കാറില്ല. ഓക്കെ. വാങ്ങിച്ച സമയത്ത് ഫുൾ ബാറ്ററി ഇടണം, എല്ലാവർക്കും ക്യാമറയില് ഫോട്ടോ എടുക്കണം. ഇനി ഞാൻ എടുക്കാം വീഡിയോ ക്യാമറയില്. അത് കുറച്ച് സമയം പോകുന്ന ഫോൺ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മാറ്റൊന്നും വേണ്ടല്ലോ. ക്യാമറയിൽ ഫോണിലോട്ട് മാറ്റിയേക്കാൾ ഒരുപാട് സമയം എടുക്കും. ഫോണിന്റെ ക്വാളിറ്റി ആയിരുന്നു മെയിൻ ഇഷ്യൂ. ഫോണിന്റെ ക്വാളിറ്റി, ഫോണും സൗണ്ട് മൈക്ക് നമ്മള് ഹെഡ്സെറ്റ് കുത്തിയിട്ട് അതിന്റെ മൈക്കിൽ പൈസ ഇല്ലായിരുന്നു നമുക്ക്. മൈക്കൊന്നും മേടിക്കാനുള്ള ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മള് മീഷോ ഒരു മൈക്ക് 250 രൂപ അത് കേൾക്കുന്നില്ല. പിന്നെ നമ്മള് തിരിച്ചു കൊടുത്തു വിട്ട് അതിനുശേഷം നമ്മൾ 1000 എത്ര രൂപ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചു. പിന്നെ അതിനുശേഷം ഇപ്പൊ നമ്മള് മേടിച്ചു. ഇപ്പൊ എത്ര രൂപ മൈക്കാ യൂസ് ചെയ്യുന്നത്? 12,000 രൂപ കയറി വരുന്നത് നോക്കൂ. നിങ്ങൾ ഫസ്റ്റ് വന്ന ഇത് എത്രയാ, റവന്യൂ എത്രയാ? ആദ്യം 7,000. നിങ്ങൾ എന്താ ചെയ്തേ? എന്തിനാ ചെലവാക്കി? ഫസ്റ്റ് കിട്ടിയ പൈസ നിങ്ങളായിട്ട് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാല്ലാതെ വേറെ? ഓക്കെ. ആ ഒരു പൈസയുടെ ഒക്കെ ഒരു ശരിക്കും ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഒരു 70,000 രൂപ കിട്ടിയാൽ പോലും അന്നത്തെ 7,000 ആയിരിക്കത്തില്ല എപ്പോഴും പവർ കൂടുതൽ മനസ്സിൽ. ഓക്കെ, അടിപൊളി. അപ്പം എന്തായാലും എന്താ ഈ ഒരു ഇങ്ങനത്തെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തിൽ ഇപ്പൊ ഈ നാട്ടിലോട്ട് ഞാൻ വരുമ്പോ തന്നെ ഭയങ്കര ഉള്ളേരിയാണ്. അയ്യോ, ഞങ്ങള് രാവിലെ 5 മണിക്ക് എറണാകുളത്ത് ഇറങ്ങിയതാ. 11:30 ഞാൻ എത്തിയപ്പോ 2-3 ബസ്, ട്രെയിന്, ഓട്ടോ ഒക്കെ മാറി കയറി അവിടുന്ന് ഞങ്ങളെ പിന്നെ ഇവിടെ മിനിച്ചിയുടെ ചേട്ടൻ വന്ന് പിക്ക് ചെയ്തിട്ടൊക്കെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇത്രയും ട്രാവൽ ചെയ്താൽ ഇത്രയും ഉള്ളിലാണ് വരുന്നത്. പക്ഷെ ഇവിടുന്ന് ഇവരിങ്ങനെ ഇവരുടെ ലിമിറ്റഡ് സോഴ്സസിൽ വീഡിയോസ് ചെയ്ത് ഇപ്പം ഇവരെ തേടി ഇന്റർവ്യൂസ് എടുക്കാൻ ആൾക്കാർ ഇവിടെ വരുന്ന റേഞ്ചിലോട്ട് എത്താന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു കാര്യമല്ല. ഒരുപാട് സ്ട്രഗിൾ അതിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഭയങ്കര ഡൗൺ ആയി പോയിട്ടുള്ള കമന്റ്സ് എന്താ? കണ്ടന്റിന്റെ ബേസിസിലാണോ? ഭയങ്കര ഏറ്റവും വിഷമം വന്നിട്ടുള്ള നെഗറ്റീവ്സ് എന്താ? ആൾക്കാര് നമ്മളെ ഓരോന്ന് പറഞ്ഞ് വീഡിയോ എടുക്കുമ്പോ ആദ്യം തുടങ്ങിയ ടൈമിൽ പറഞ്ഞിട്ട് മാനസികമായി തകർത്തു. ഓക്കെ, അതൊക്കെ ഞങ്ങൾ തരണം ചെയ്തു. ഇതുകൊണ്ട് ഒരു ഉപയോഗം ഇല്ലെന്ന് ഇതൊക്കെ ചെയ്യുന്നോണ്ട്
ഇപ്പൊ എന്തൊക്കെ ഉപയോഗം ഉണ്ടെന്ന് അവർ കാണുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ, അപ്പൊ ഇതൊക്കെ സ്ട്രഗിൾ എല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തി ഇങ്ങനെ നിൽക്കുന്നു. ഇപ്പൊ ഗോൾഡൻ പ്ലേ ബട്ടൺ വരെ കിട്ടി. ഓക്കെ, അപ്പൊ ഇനി അടുത്ത പ്ലേ ബട്ടൺസ് ഒക്കെ കിട്ടട്ടെ, ഭയങ്കര അടിപൊളിയായിട്ട് പോകാൻ പറ്റട്ടെ എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. ഒരുപാട് സന്തോഷം. ഇത്രയും ഞാൻ പറഞ്ഞ ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് കയറി വന്നവരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. അല്ലാതെ ഇപ്പൊ പെട്ടെന്ന് ഇട്ടു 2 വീഡിയോ വൈറലായി വേഗം നമ്മൾ കയറി പോകുന്നതും പയ്യെ കയറി വരുന്നതും രണ്ടും ഭയങ്കര ഡിഫറൻറ്റാണ്. അപ്പൊ ഇതിലും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ഒരുപാട് സന്തോഷം. താങ്ക്സ് ഫോർ ജോയിനിങ്. താങ്ക് യു. മറ്റേ ആളെ ഞങ്ങൾ മിസ് ചെയ്തു എന്ന് പറഞ്ഞേക്കും. നമുക്ക് ഇനി കുഞ്ഞാവൊക്കെ ആയിട്ട് എടുക്കാം. അപ്പൊ രണ്ടുപേർക്കും കുഞ്ഞാവൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ശരി, താങ്ക് യു.